Dear students, today we can discuss one important chapter for the competitive examination, semiconductor electronics or semiconductor device. ഒരു നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിൽ ഒന്നാണ് സെമി കണ്ടക്ടർ. കാരണം ഇറ്റ് ഈസ് എ തിയറിറ്റിക്കൽ സയൻസ് ആൻഡ് ഓൾസോ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നീറ്റിൻ്റെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ. 2015 മുതൽ 2019 വരെ നടന്ന നീറ്റ് എക്സാമുകളിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിനെ നമുക്ക് 4 സെക്ഷൻ ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, രണ്ടാമത്തത് ഡയോഡ് ആക്ഷൻ, മൂന്നാമത്തത് ട്രാൻസ്ഫർ ആക്ഷൻ, നാലാമത്തത് ലോജിക്കൽ ആക്ഷൻ. ഈ 4 ഭാഗത്തും കൂടിയുള്ള ഏതെങ്കിലും 3 പാർട്ടിൽ നിന്നാണ് പൊതുവെ ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ടോപ്പിക്കിനെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഒരു ഇൻട്രോഡക്ടറി പാർട്ട് ആസ് പാർട്ട് ഓഫ് ദാറ്റ് ജസ്റ്റ് നമുക്കൊരു ടോപ്പിക് ഫെമിലിയർ ആകുന്നതിന് വേണ്ടി ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ആ ടോപ്പിക്കിന്റെ തിയറികളെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫണ്ടമെന്റൽസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ പാർട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫണ്ടമെന്റൽസ് നമുക്ക് പഠിക്കേണ്ടത് ബാൻഡ് ഇൻ സോളിഡ്, ബാൻഡ്സ് ഇൻ സോളിഡ്, energy bands in solid. We can write in this way. Better one. Energy band. നമുക്കറിയാം ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്നർ ഓർബിറ്റിലുണ്ട്, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് എക്സെട്ര. ഒരു ഓർബിറ്റിന്റെ ഒരു ഇലക്ട്രോൺസിന്റെ വാലൻസ് ബാൻഡ് കിടക്കുന്ന ഇലക്ട്രോൺസ് കൊണ്ടുണ്ടാകുന്ന എനർജി ബാൻഡുകളാണ് വാലൻസ് ബാൻഡ്. കാരണം സോളിഡ്സിന്റെ കേസിൽ ദേ ആർ ക്ലോസ്ലി പാക്ഡ്. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് എ ലൈൻ, ആറ്റംസിൽ പറയുന്ന പോലെ എനർജി ലൈനിന് പകരം നമ്മൾ എന്ത് പറയണം? എനർജി ബാൻഡ്സ് എന്ന് പറയണം. ഏതുപോലെ നമ്മളൊരു കോളനിയിലെ വീട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു വീട്ടിൽ കുറെ കുട്ടികളുണ്ടെങ്കിൽ, ഓരോ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ, കോളനിയിലാണെങ്കിൽ ദേ ആർ ക്ലോസ്ലി പാക്ഡ്, അടുത്തടുത്താണ്. നമുക്കൊരിക്കലും ഈ വീട്ടിലത്തെ കുട്ടി ആ വീട്ടിലത്തെ കുട്ടി എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് എന്തേ പറയാൻ കഴിയുള്ളൂ? ഈ വീട്ടിലത്തെ വലുത് ആ വീട്ടിലത്തെ വലുത് എന്ന് പറയുന്നതിന് പകരം ചെറുതേതാണ് വലുതേതാണ് എന്ന് പറയും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഫസ്റ്റ് എനർജി ലെവൽ, ഒന്നാമത്തെ ഓർബിറ്റ് കൊണ്ടുണ്ടാകുന്ന എനർജി ലെവലിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് എനർജി ബാൻഡ്. ഫസ്റ്റ് എനർജി ബാൻഡ്. രണ്ടാമത്തെ ഓർബിറ്റ് കൊണ്ടുണ്ടാകുന്നതിന് പറയുന്ന പേരാണ് സെക്കൻഡ് എനർജി ബാൻഡ്. ആൻഡ് പ്രൊസീഡിംഗ് ലൈക്ക് ദിസ് നമുക്ക് വാലൻസ് ബാൻഡ് കൊണ്ടുണ്ടാകുന്നതിന്, വാലൻസ് ഇലക്ട്രോൺസ് കൊണ്ടുണ്ടാകുന്നതിന് പറയുന്ന പേരാണ് വാലൻസ് ബാൻഡ്. ഇനി ഇലക്ട്രോൺസുകൾ ഉണ്ടോ? ഇല്ല, ഇനി ഒരു ഇലക്ട്രോൺസും ഇല്ല. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ദ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ചില കണ്ടീഷനിൽ അത് മുകളിലേക്ക് പോകുന്നു, അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടാണ് എനർജി ബാൻഡ് എന്ന് ഇമാജിൻ ചെയ്യാം. വീടാണ് ബാലൻസ് ബാൻഡ് എങ്കിൽ, മുറ്റമാണ് ആ ഗ്യാപ്പ് എങ്കിൽ റോഡാണ് കണ്ടക്ഷൻ ബാൻഡ്. റോഡിൽ ആളുകൾ ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല, റോഡ് ഈസ് ആബ്സെന്റ്. റോഡിൽ ആരും ഉണ്ടാകണമെന്നില്ല. റോഡ് എവിടെയുണ്ട്? പക്ഷെ റോഡിൽ നോ എനി കാരിയേഴ്സ് പ്രസന്റ്. ഓക്കെ, റോഡിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. വീടിന്റെ ഉള്ളിനെയാണ് നമ്മൾ ബാലൻസ് ബാൻഡ് എന്ന് പറയുന്നതെങ്കിൽ മുറ്റമാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പൊ റോഡിൽ ആളുകൾ ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. ആൾ ഉണ്ടാകണമെങ്കിൽ എവിടുന്ന് പോകണം? വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പോകണം. സോ ദാറ്റ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, സോ കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഓർ ഫുള്ളി ഫിൽഡ്. സോറി, വാലൻസ് ബാൻഡ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഫിൽഡ്. കണ്ടക്ഷൻ ബാൻഡ് മേ ബി എംപ്റ്റി. വൈ? ഇപ്പൊ റോഡിൽ ആളുകൾ ഉണ്ടാകണമെന്നില്ല. അപ്പൊ കണ്ടക്ഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വീട്ടിൽ നിന്നും ആളുകൾ റോഡിലേക്ക് പോകണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ആളുകൾ റോഡിലേക്ക് പോകണം. സോ ദാറ്റ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്. ക്ലിയർ? So this is called conduction band. This energy gap, this energy difference is called energy gap. അതിന്റെ യൂണിറ്റ് EV ആണ്. എനർജി ഗ്യാപ്പ്. ചില മെറ്റീരിയലിന്റെ എനർജി ഗ്യാപ്പ് വളരെ വലുതാണ്. അതായത് ചില മെറ്റീരിയൽ നോക്കൂ, ഇതാ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത. നമ്മൾ ഇനി ബാക്കി ബാൻഡ്സുകൾ വരയുന്നില്ല. ഓൺലി കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ബാലൻസ് ബാൻഡ്. This is the valence band. Then here we have the conduction band. നോക്കൂ എന്താ സംഭവിക്കുന്നത്? ഈ വാലൻസ് ബാൻഡ് കിടക്കുന്ന ഇലക്ട്രോൺസിന് എവിടേക്ക് പോകാൻ കഴിയില്ല? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ കഴിയില്ല. കാരണം മുറ്റം വളരെ വലുതാ, റോഡ് ഒരുപാട് ദൂരത്താ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടക്ഷൻ ഉണ്ടാകുന്നുണ്ടോ? നോ എനി കണ്ടക്ഷൻ. സോ സച്ച് മെറ്റീരിയൽസ് ആർ കാൾഡ് ഇൻസുലേറ്റേഴ്സ്. ചില മെറ്റീരിയൽ നോക്കൂ, ഇതിന്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആണ്.
വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ ഓവർലാപ്ഡ്. എനർജി ഗ്യാപ്പ് ഇല്ല, അതായത് വീടിന് മുറ്റമില്ല, അതായത് വീട്ടിന്റെ ഉള്ളിലുള്ള ആളുകൾ റോട്ടിലേക്കാണ് നേരെ ഇറങ്ങുന്നത്. സോ കണ്ടക്ഷൻ പോസിബിൾ ആണ്. ടൗണിലുള്ള ആളുകൾക്ക് അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് 0 ആണ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 0. ഇങ്ങനെയാണെങ്കിൽ കണ്ടക്ഷൻ വളരെ കൂടുതലാണ്, അതിന് പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. മൂന്നാമത്തെ മെറ്റീരിയൽ നോക്കൂ. ഈ മൂന്നാമത്തെ മെറ്റീരിയലിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി 1 eV ആണ്. This is the valence band, this is the conduction band. So the energy gap is approximately 1 eV. ഇങ്ങനത്തെ മെറ്റീരിയലിനെ പറയുന്ന പേരാണ് സെമികണ്ടക്ടേഴ്സ്. അപ്പോൾ നോക്കൂ, വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് വി ക്യാൻ എക്സ്പ്ലെയിൻ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ആൻഡ് on the basis of this we can explain 3 categories. Okay, insulators, conductors, semiconductors. Okay, ഇതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിലിക്കണിന്റെ ഇവിടെ സെമികണ്ടക്ടേഴ്സിന് പലതരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. എലമെന്റൽ സെമികണ്ടക്ടർ എന്താണ്? എലമെന്റൽ സെമികണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. ഓക്കെ, അതേപോലെ തന്നെ കോമ്പൗണ്ട് സെമികണ്ടക്ടറിന് എക്സാമ്പിൾ ആണ് ഗാലിയം ആഴ്സനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, ഓക്കെ, PbS എക്സെട്ര. അതേപോലെ തന്നെ കോമ്പൗണ്ടിൽ ഓർഗാനിക് ഉണ്ട്, ഇനോർഗാനിക് ഉണ്ട്. ഓർഗാനിക്കിലാണ് ഡോപ്ഡ് താലോസയാനിൻ, ആന്ത്രസിൻ ഓർഗാനിക് ആണ്. ഓർഗാനിക്കിൽ പോളിമർ ആണ്, പോളി അലിനിൻ, പോളിപൈറോൾ, പോളിതിയോഫിൻ. NCERT ടെക്സ്റ്റ് 2ാമത്തെ പേജ് ലെഫ്റ്റ് സൈഡിൽ second last paragraph you can see the examples of semiconductors. Previous year aims question. Okay, clear? So we discussed 3 type of materials on the basis of energy gap. Then we can study the semiconductor in detail. There are 2 type of semiconductors, intrinsic semiconductors and extrinsic semiconductors. In intrinsic semiconductor at 0 Kelvin, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ്. ഈ സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത ഇതിന്റെ വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡ്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്. കാരണം ഇത് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. ഇറ്റ് ഈസ് ദ 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഏതാണ്? സിലിക്കൺ, ജെർമേനിയം ഒക്കെ ഉള്ള 14th ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്. ദേ ആർ ബോണ്ട് വിത്ത് എ കോവാലന്റ് ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഇല്ല. therefore at 0 Kelvin they act as just like a insulator. Okay, as temperature increases, ടെമ്പറേച്ചർ കൂടിയെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടേഴ്സിന് സംഭവിക്കുന്ന എന്താണ്? ഈ സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ബാൻഡ് കിടക്കുന്ന ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നു? പറയൂ. വാലൻസ് ബാൻഡ് കിടക്കുന്ന ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നു? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് പോകുമ്പോൾ ഹിയർ 2 ഇലക്ട്രോൺസ് പോയിട്ടുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ there will be a vacuum. That vacancy is called hole. അവിടെ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് കാരിയേഴ്സ് ഇൻക്രീസസ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കറന്റ് ഇൻക്രീസസ്. therefore റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. therefore ആൽഫ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെമി കണ്ടക്ടേഴ്സിന്റെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സ് അതേപോലെ ആൽഫ, കണ്ടക്ടേഴ്സിന്റെ ആൽഫ പോസിറ്റീവ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്, കറന്റ് കൂടുകയാണ് ചെയ്യുന്നത്. That is the semiconductor. This vacancy is called hole. Clear? Hole. അപ്പോൾ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ എന്താണ്? ലോ ടെമ്പറേച്ചർ is just like insulators. കാരണം എന്താണ്? ഒരു കാരിയേഴ്സും ഇല്ല. ഈ സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത നോക്കൂ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. എത്ര ഇലക്ട്രോൺസ് ആണോ ഇവിടെ ഉള്ളത് അത്ര ഹോൾസ് ആണ് ഇവിടെ ഉള്ളത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. ക്ലിയർ? സോ these semiconductors are called intrinsic semiconductors, pure semiconductors. അപ്പോൾ extrinsic semiconductors എന്തായിരിക്കാം? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് പ്ലസ് ഇംപ്യൂരിറ്റി ആറ്റം. ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത മറ്റൊരു ആറ്റം കൊടുത്ത് ആഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇംപ്യൂരിറ്റി ആറ്റം എന്ന് പറയുന്നത്. മറ്റൊരു ആറ്റം ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡോപ്പിംഗ്. ഇതിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ഒരു പെന്റാവാലന്റോ ട്രൈവാലന്റോ ആഡ് ചെയ്യണം. കാരണം നമ്മുടെ കയ്യിൽ ആൾറെഡി പ്യുവറിൽ 14th ഗ്രൂപ്പാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒന്നല്ലെങ്കിൽ 15th ഗ്രൂപ്പ് അല്ലെങ്കിൽ 13th ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്യാം. ഓക്കെ,
ഇങ്ങനെ 15th ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ആ സെമി കണ്ടക്ടേഴ്സിനെ പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ്. ഇങ്ങനെ 13th ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഏതൊക്കെയാണ് 15th? ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത് ഒക്കെ ഏത് ഗ്രൂപ്പാണ്? 15th ഗ്രൂപ്പാണ്. ബോറോൺ പോലെയുള്ള എലമെന്റുകളൊക്കെ ഏത് ഗ്രൂപ്പാണ്? 13th ഗ്രൂപ്പ് എലമാണ്. അതുകൊണ്ട് 13th ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് പി ടൈപ്പ്. കാരണം ഇവിടുത്തെ 4 ഇലക്ട്രോൺസിനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരം മറ്റൊരു 4 ഇലക്ട്രോൺസ് അല്ല 13th ഗ്രൂപ്പ്. 14th ഗ്രൂപ്പിൽ 4 ഇലക്ട്രോൺസ് അല്ല ഔട്ടർ മോസ്റ്റിൽ ഉണ്ടാകുന്നുള്ളൂ. അതിനെ റീപ്ലേസ് ചെയ്തതിനു ശേഷം നമ്മൾ 3 ഇലക്ട്രോൺസ് ഉള്ള 13th ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ there is a vacant hole. That hole is act as the charge carriers. Same way ഒരു 15th ഗ്രൂപ്പ് എലമെന്റിൽ 4 ഇലക്ട്രോൺസിനെ എടുത്തതിനു ശേഷം 5 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. പക്ഷേ 4 എണ്ണത്തിന് സ്പേസ് ഉള്ളൂ, 1 എക്സ്ട്രാ ആണ്. സോ ദാറ്റ് ഈസ് ദ ചാർജ് കാരിയേഴ്സ്. സോ ലിസൺ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. At low temperature, intrinsic extrinsic semiconductor, that is a n-type semiconductors, offer some conductivity due to electrons carriers. കാരണം എന്താ? ഡോപ്പിംഗ് കൊണ്ട് എക്സ്ട്രാ അവിടെ ഉണ്ടാവും. As temperature increases, what happens? ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. ആൾറെഡി ഡോപ്പിംഗ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ എണ്ണം എക്സ്ട്രാ വരുന്നുണ്ട്, ഹോളും വരുന്നുണ്ട്. അതുകൊണ്ട് when temperature increases in n-type semiconductors, electrons and holes are the carriers. Electrons are the majority carriers. Clear? Same way, ഇപ്പോൾ p-type semiconductor എന്താണ്? At low temperature തന്നെ carriers ഉണ്ട്. എങ്ങനെയാണ് carriers ഉണ്ടാകുന്നത്? കാരണം 4 ഇലക്ട്രോൺസിന് പകരം എടുത്തതിന് പകരം 3 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഒരു ഹോൾ ഉണ്ട്. So hole is a positively charged vacancy, so which create a charge. So that's why hole create a positive charge. That's why at low temperature, at 0 Kelvin, it offers some conductivity due to holes. That holes, ആ ഹോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഡോപ്പിംഗ് കൊണ്ടാണ്. അതേപോലെ തന്നെ at higher temperature, electrons and holes are the majority. Electrons and holes are the carrier. Holes are the majority carriers. Clear? So for a p-type semiconductor, NH is very greater than Ne. കാരണം എന്താണ്? NH എന്ന് പറയുന്നത് ഡോപ്പിംഗ് കൊണ്ടും NH ഹോൾ ഉണ്ട്, ടെമ്പറേച്ചർ കൊണ്ടും ഉണ്ട്. പക്ഷെ ഇത് വളരെ കൂടുതലാണ്. For a p-type semiconductor, Ne is very greater than NH. Okay? For at thermal equilibrium is a general equation. At thermal equilibrium, is a extrinsic semiconductor satisfy the relation Ni square is equal to Ne into NH. What is Ni square? Ni is the intrinsic carrier concentration. Ne and NH are the extrinsic carrier concentration. There is a relation, intrinsic and extrinsic. Okay? So this is the basic idea of the p-type semiconductor. Important points. First one, at low temperature, valence band may be filled or empty. Is it correct? No. Valence band is always contains electrons. Conduction band may be empty or filled. Second point, at low temperature, pure semiconductors are just like insulators. Okay? And at higher temperature, electrons and holes are the carriers. Number of electrons and number of holes are equal. For a n-type semiconductor, electrons are the majority, holes are the minority. For p-type semiconductor, holes are the majority, electrons are the minority. Clear? Last, thermal equilibrium equation. Okay, that is the thermal equilibrium. At a particular temperature, it satisfies the relation Ni square is equal to Ne into NH. Got it? Clear? ഇതാണ് ഫണ്ടമെന്റൽസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഭാഗം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് കാണാറ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ വി ലേൺഡ് ദ ഫണ്ടമെന്റൽസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെമി കണ്ടക്ടർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കോമ്പോണന്റുകളാണ്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണന്റ് ആണ് ഡയോഡ്. സോ നെക്സ്റ്റ് അവർ ഈസ് PN ജംഗ്ഷൻ ഡയോഡ്. PN ജംഗ്ഷൻ ഡയോഡ്. ഈ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഒരു 2N ടൈപ്പ് ആണ്. അതായത് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറും തൊട്ടടുത്ത് വെച്ച് അറേഞ്ച് ചെയ്തതിനെ പറയുന്ന പേരാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഈ PN ജംഗ്ഷൻ ഡയോഡിലെ ആൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കാം, this is a N type semiconductor. Here majority ഏതാണ്? ഇലക്ട്രോൺ ഹോൾസ് ആണ്. ഇവിടെ മെജോറിറ്റി ഹോൾസ് ആണ്, ഇവിടെ മൈനോറിറ്റി, ഇവിടെ മെജോറിറ്റി ഇലക്ട്രോൺസ് ആണ്, ഇവിടെ മൈനോറിറ്റി ഹോൾ ആണ്. ഈ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും, ഹോൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഭാഗത്ത് there is a immobile ചാർജുകൾ ഒഴുകും. ഓക്കെ, ഈ ഇവിടെ ഇലക്ട്രോൺസ് ഇവിടെ വന്ന് ഡിഫ്യൂസ് ചെയ്യും, ഹോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. അതുകൊണ്ട്
in a p-type semiconductor, in a p-n junction, in a p-n junction diode, ഒരു ജംഗ്ഷൻ ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺസ് എവിടേക്കാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഡിഫ്യൂസസ് എവിടുന്ന് എവിടേക്ക്? ഇലക്ട്രോൺ ഡിഫ്യൂസ് ഫ്രം n to p. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ്. ഹോൾ ഡിഫ്യൂസസ് ഫ്രം p to n. So there is a current. That current is called diffusion current. Therefore I diffusion is equal to എവിടുന്ന് എവിടേക്കാണ്? I diffusion എവിടുന്ന് എവിടേക്കാണ്? ഇലക്ട്രോൺസ് ഇങ്ങോട്ടാണ്. അപ്പോൾ I diffusion p to n. ഓക്കെ, ഓരോ പോയിന്റുകളായിട്ട് പഠിക്കുക. ഡിഫ്യൂഷൻ കറന്റ് ഏത് കാരിയേഴ്സ് ആണ്? ഡിഫ്യൂഷൻ കറന്റ് ഡ്യൂ ടു മെജോറിറ്റി ഓർ മൈനോറിറ്റി. ഹിയർ ഇലക്ട്രോൺസ് മെജോറിറ്റി ആണ്, ഹോളും ഇവിടുത്തെ മെജോറിറ്റി ആണ്. സോ ദ ഡിഫ്യൂഷൻ കറന്റ് ഈസ് ഡ്യൂ ടു വിച്ച് കാരിയേഴ്സ്? യു സേ വിച്ച് കാരിയേഴ്സ്? ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ആ വിഡ്ത്തിനെ പറയുന്ന പേരാണ് ബാരിയർ വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് V barrier by D. So electric field between the junction is equal to VB by D. It is very high electric field create ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇവിടെ ബാരിയറിന്റെ പ്ലസ് ആയി മാറും, ഇവിടെ ബാരിയറിന്റെ മൈനസ് ആവും. ഈ മൈനസ് ഇലക്ട്രോൺസിനെ ഇവിടുന്ന് ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഓക്കെ, ബാരിയർ ഫീൽഡ് മൈനോറിറ്റി കാരിയേഴ്സിനെ റിപ്പൽ ചെയ്തുണ്ടാകുന്ന കറന്റിനെ പറയുന്ന പേരാണ് മൈനോറിറ്റി കാരിയേഴ്സിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്തിട്ട് ഉണ്ടാകുന്ന കറന്റിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് കറന്റ്. ഐ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഐ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുകുക, അപ്പൊ ഈ ഹോൾസ് ഇങ്ങോട്ടാണ് ഒഴുകുക. Therefore I drift is equal to what? n to p ആയിരിക്കും. അൺബയാസ്ഡ് പി എൻ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? ബാറ്ററി കണക്ട് ചെയ്യാത്തൊരു പി എൻ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന ഐ ഡ്രിഫ്റ്റും ഐ ഡിഫ്യൂഷൻ ഇസ് ഈക്വൽ ടു വാട്ട്? ഐ ഡ്രിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു വലിയ ചാപ്റ്റർ ആണ്. ഞാൻ അതിന്റെ ഏറ്റവും അബ്സ്ട്രാക്ട് ഫോമാറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒരു നീറ്റ് എക്സാമിന് വേണ്ട അത്യാവശ്യം വേണ്ടത്. ഓക്കെ, ഡെപ്തിലേക്ക് യു ക്യാൻ റീഡ് യുവർ ടെക്സ്റ്റ്. സോ ഐ ഡ്രിഫ്റ്റും ഐ ഡിഫ്യൂഷനും ഈക്വൽ ആയിരിക്കും. ഒരു സെമി കണ്ടക്ടേഴ്സിനെ, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർവേഡ് ബയാസ്ഡ്, രണ്ടാമത്തത് റിവേഴ്സ് ബയാസ്ഡ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഏറ്റവും സിംബോളിക് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡയോഡിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യാം, ഡയോഡിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവുമായി കണക്ട് ചെയ്യാം. ഈ കണക്ഷൻ എന്ന് പറയുന്ന പേരാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ സംഭവിക്കുക, ഇതിന്റെ ഇവിടെ വരുന്ന ഈ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്ത് ഉള്ളിലൂടെ വളരെ സുഖമായിട്ട് കടന്നു പോകും. അപ്പോൾ ഫോർവേഡ് ബയാസ്ഡിന്റെ പ്രത്യേകത അതിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. അത് മാത്രമല്ല ഡ്യൂറിംഗ് ദ ഫോർവേഡ് ബയാസ്ഡ് there is a barrier ഉണ്ട്, ഒപ്പോസിംഗ് ബാരിയർ ഉണ്ടായിരുന്നു. ആ ഒപ്പോസിംഗ് ബാരിയറിനെ ഇത് ഓവർടേക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫീൽഡിനെ ഒപ്പോസ് ചെയ്തത് കൊണ്ട് ബാരിയർ ഫീൽഡ്, അതുകൊണ്ട് റെസിസ്റ്റൻസ് വളരെ ലോ ആണ്. അതുകൊണ്ട് ബാരിയർ വിഡ്ത്ത് ഡിക്രീസസ്, ബാരിയർ വിഡ്ത്ത് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ ഇതിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർവേഡ് ബയാസ്ഡിന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. എന്തുകൊണ്ടാണ് ആദ്യം ഇവിടെ ഇങ്ങനെ വരാൻ കാരണം? ഈ ഭാഗത്ത് ബാരിയർ വിഡ്ത്ത് ഒപ്പോസ് ചെയ്യാണ്, അത് കഴിഞ്ഞാൽ കറന്റ് നന്നായിട്ട് ഒഴുകുന്നു. ഈ റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫോർവേഡ് റെസിസ്റ്റൻസ്, RF ഡെൽറ്റ V ബൈ ഡെൽറ്റ I. അപ്പോൾ ഒരു ഫോർവേഡ് ബയാസ്ഡിന്റെ പ്രത്യേകത അതിന്റെ റെസിസ്റ്റൻസ് വെരി ലോ ആണ്. ഐഡിയൽ കേസിലാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നീറ്റിന് എല്ലാ വർഷവും ചോദിച്ചൊരു ഡാറ്റയാണ്. ഐഡിയൽ കേസിലാണെങ്കിൽ ഫോർവേഡ് റെസിസ്റ്റൻസ് is equal to what? 0 ആണ്. RF is equal to what? 0 ആണ്. This is the forward biased condition. Clear? അപ്പോൾ ഫോർവേഡ് ബയാസിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് റെസിസ്റ്റൻസ് വെരി ലോ ആണ്, ബാരിയർ വിഡ്ത്ത് ഡിക്രീസസ്, ആൻഡ് ഐഡിയൽ കേസിൽ റെസിസ്റ്റൻസ് VF 0. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ V എന്തായിരിക്കും? ഇതിൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ V 0 ആയിരിക്കും. ഐഡിയൽ കേസിൽ voltage drop across the diode is also 0. This condition is called forward biased condition. Then reverse biased ആണെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഇവിടെ പ്രത്യേകത നോക്കൂ. റിവേഴ്സ് ബയാസ്ഡിലാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ്
ഡയോഡിന്റെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നു, ഇവിടെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന ഹോൾസ് ഈ നെഗറ്റീവിലേക്ക് ഇങ്ങോട്ടാണ് വരുന്നത്, ഹോൾ ഇങ്ങോട്ടും വരും. സോ വാട്ട് ഹാപ്പൻസ് ഓൺ വിഡ്ത്ത്? ഫസ്റ്റ് വൺ, വിഡ്ത്ത് ഓഫ് ദ ബാരിയർ ഇൻക്രീസസ്. വിഡ്ത്ത് ഓഫ് ബാരിയർ, വിഡ്ത്ത് കൂടുന്നു. അതുകൊണ്ട് റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് വെരി ഹൈ. റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കും. നോ കറന്റ് ഫ്ലോ. പക്ഷെ എങ്കിൽ കൂടി അവിടെ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ചെറിയൊരു കറന്റ് ഒഴുകുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് കറന്റ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. നോക്കി, കറന്റ് ഒഴുകുന്നേ ഇല്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിയാൽ കറന്റ് പെട്ടെന്ന് ഒഴുകി പോകും. ഇതിനെ പറയുന്ന പേരാണ് അവലാൻഷെ ബ്രേക്ക് ഡൗൺ. അവലാൻഷെ ബ്രേക്ക് ഡൗൺ. ഈ ഒരു പെർട്ടിക്കുലർ, അപ്പൊ ഡയോഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡയോഡ് ഡാമേജ്ഡ് ആയി പോയി. നോർമലി ഡയോഡ് എന്തില്ല, ഈ ഭാഗത്ത് കറന്റ് ഒഴുകുന്നില്ല. നിയർലി ഈക്വൽ ടു കറന്റ് ഈസ് നിയർലി ഈക്വൽ ടു സീറോ. ഇതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്തായിരിക്കും റെസിസ്റ്റൻസ്? ഐഡിയൽ ഡയോഡിന്റെ റെസിസ്റ്റൻസ് എന്താണ്? ഐഡിയൽ ഡയോഡ് റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വാട്ട്? സീറോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സീറോ അല്ല, ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വി എന്ന് പറയുന്ന വോൾട്ട് കൊടുത്തു, കറന്റ് മുഴുവൻ തടഞ്ഞു നിർത്തിയാൽ വാട്ട് ഈസ് ഹിയർ ആൾസോ വി. ഫോർ എക്സാമ്പിൾ, ഒരു തോടിലൂടെ വെള്ളം വരുന്നു എന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ് ബ്ലോക്ക് നടത്തി കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? ആ വന്ന വെള്ളം മുഴുവൻ കിട്ടും. അതുകൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ ഡയോഡ് വി ഡി ഈസ് ഈക്വൽ ടു ബി അപ്ലൈഡ്. നമ്മൾ എന്താണോ കൊടുത്തത് അത് കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ഏരിയകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ആൻഡ് ഐഡിയൽ ഡയോഡിൽ എങ്ങനെയാണ് ഫോർവേഡ് ബയാസ്ഡ്, എങ്ങനെയാണ് റിവേഴ്സ് ബയാസ്ഡ്. ഇനി ഡയോഡിന്റെ രണ്ട് അപ്ലിക്കേഷൻ ആണ്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ആൻഡ് ആൾസോ അനദർ വൺ ഈസ് ദ ബ്രിഡ്ജ് റെക്ടിഫയർ. യു ക്യാൻ റീഡ് ജസ്റ്റ് ഡയറക്ട്ലി. ദെൻ സ്പെഷ്യൽ പർപ്പസ് ഡയോഡുകളാണ്. അതാണ് നമുക്ക് അടുത്ത ടോപ്പിക്. വി ക്യാൻ സ്റ്റഡി ദ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഡയോഡുകളെ നമുക്ക് ചില സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ചില ഡയോഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡിന്റെ പ്രത്യേകത, അത് ലൈറ്റ് എനർജി എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ലൈറ്റ് എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. ഫോട്ടോ ഡയോഡിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് ആൾവേസ് കണക്റ്റഡ് ഇൻ ഏത് ബയാസ്ഡ് ആണ്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഫോട്ടോ ഡയോഡ് കണക്റ്റഡ് ഏത് ബയാസ്ഡ് ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ, ഒരു ഡയോഡിന്റെ ബേസിക് ഫിഗർ ആണ് ഞാൻ വരയ്ക്കുന്നത്. ദിസ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്, ദിസ് ദ വാലൻസ് ബാൻഡ്. ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസുകളുടെ NCERT ടെക്സ്റ്റിൽ ഈ ഫിഗർ കാണാറില്ല. ഇവിടെ ലൈറ്റ് വരുന്നു, ഇവിടെ ലൈറ്റ് HNU എന്ന് പറയുന്ന ലൈറ്റ് വന്ന് വീഴുന്നു. ഈ എനർജി ഗ്യാപ്പ് ഉണ്ട് EG. അങ്ങനെയാണ് HNU എന്ന് പറയുന്ന ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് അനലോഗ് ആണ്. HNU എന്ന് പറയുന്ന ലൈറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു EG ആയാൽ വാലൻസ് ബാൻഡിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് എവിടേക്ക് പോകുന്നു? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. Therefore HNU minimum condition HNU is equal to EG. Therefore HC by lambda is equal to EG. Clear? This is the condition, minimum condition for the photodiode. ഒരു ഫോട്ടോ ഡയോഡിൽ നടക്കുന്ന പ്രോസസ് ആണ്. അപ്പൊ കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ബാലൻസ് ബാൻഡിൽ നിന്നും എവിടേക്ക് എത്തിക്കാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഫോട്ടോ കറന്റ് ഇൻക്രീസസ്. ക്ലിയർ? സോ ദിസ് കാൾഡ് ഫോട്ടോ ഡയോഡ്. രണ്ടാമത്തെ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള മറ്റൊരു ഡയോഡാണ് LED. എൽഇഡിയുടെ പ്രത്യേകത എന്താണ്? എൽഇഡിയിൽ നേരെ തിരിച്ചാണ്. LED ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് ചോദിക്കാവുന്ന, നീറ്റിനൊക്കെ പോലെയുള്ള എക്സാമിന് ചോദിക്കാവുന്ന ഒന്നാണ്. ദിസ് എ കണ്ടക്ഷൻ ബാൻഡ്, ദിസ് ദ ബാലൻസ് ബാൻഡ്. ഈ LED എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡുകളാണ്. അതിന്റെ പ്രത്യേകത, അതിൽ ബാലൻസ് കണ്ടക്ഷൻ ബാൻഡ് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. നേരെ തിരിച്ച് കണ്ടക്ഷൻ ബാൻഡിന്റെ ഇലക്ട്രോൺ ഇത് എപ്പോഴും കണക്ട് ചെയ്യുന്നത് ഫോർവേഡ് ബയാസ്ഡിലാണ്. LED is always connected in which biased condition? Forward biased condition. Valence conduction band കിടക്കുന്ന ഇലക്ട്രോൺസ് നേരെ താഴേക്ക് ഇറങ്ങുന്നു. So there is a energy released HNU. Therefore that HNU is equal to what? എന്തിന് ഈക്വൽ ആയിരിക്കും? EG. Just like atomic level. Clear? So അങ്ങനെ ആറ്റോമിക് ലെവലിലേക്ക് ഇറങ്ങി വരുന്ന ഈ റിലീസ്ഡ് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Released energy HNU is equal to what? EG. Therefore HC by lambda is equal to what? EG. Clear?
therefore lambda എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? lambda is equal to what? shortcut equation 124 nm ev by eg. 124 nm0 is a shortcut equation you already studied, learned in from the dual nature and matter radiation that contain hc യുടെ ev value ആണ് 1240 nm ev. അങ്ങനെയെങ്കിൽ ലാംഡ ഒരു LED കളറിനെ തീരുമാനിക്കുന്നത് ഏതാ? EG ആണ്, എനർജി ഗ്യാപ്പ് ആണ്. അപ്പോൾ ഒരു LED എല്ലാ കളറും സെയിം ആണോ? ഒരു LED എത്ര കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? ഒരൊറ്റ കളർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ, കാരണം അതിന്റെ എനർജി ഗ്യാപ്പ് ഒന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു LED ഉള്ളിൽ തന്നെ പല കളർ കാണാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ഇൻസൈഡ് ദാറ്റ് വി ഹാവ് ഡിഫറെന്റ് diodes or different semiconducting part. Okay, that's why. So energy gap lambda കാണാം. അങ്ങനെയാണെങ്കിൽ visible light LED ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽ എനർജി ഗ്യാപ്പ് 1. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ വിസിബിൾ ലൈറ്റിന്റെ റെഡിന്റെയും വയലറ്റിന്റെ ഇടയിൽ വാല്യൂ കൊടുത്താൽ 1.8 into approximately 3.1 eV ആണ്. ഇതിന് സ്യൂട്ടബിൾ ആയ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് അരിച്ചു പെറുക്കി വായിക്കണം. ആൾമോസ്റ്റ് പോയിന്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡിന്റെ വ്യത്യസ്ത കോമ്പൗണ്ടുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഓഫ് ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്. സോ ദിസ് ഈസ് ദ LED. ക്ലിയർ? അനദർ ടൈപ്പ് ആണ്, മൂന്നാമത്താണ് സോളാർ സെൽ. സോളാർ സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് ഇറ്റ് ഈസ് ആൻ അൺബയാസ്ഡ് PN ജംഗ്ഷൻ ആണ്. അതായത് ബയാസിംഗ് ഇല്ലാത്ത ഒരു PN ജംഗ്ഷൻ ആണ് സോളാർ സെൽ. ഓക്കെ, സോ നോ എനി ബയാസിംഗ്. കാരണം അവിടെ ലൈറ്റ് വന്ന് വീഴുന്നു. ഫോട്ടോ ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാലൻസ് ബാൻഡ് കിടക്കുന്ന ഇലക്ട്രോൺസ് എവിടേക്ക് എത്തിക്കുന്നു? കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കുന്നു. അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഒഴുകുന്നു. ഓക്കെ, അൺബയാസ്ഡ് PN ജംഗ്ഷൻ. യു remember that topic, unbiased PN junction, no need of positive, no need of terminal. Okay, that commonly we are using unbiased PN junction diode as solar cell. Then another നമ്മൾ പറയാൻ വിട്ടുപോയ മറ്റൊന്നാണ് PN junction voltage stabilizer, Zener diode. Zener diode is always connected in Zener. It is special purpose diode ആണ്, which is used to. Zener diode പ്രത്യേകത അത് Zener ബ്രേക്ക് ഡൗണിലാണ് വർക്ക് ചെയ്യുന്നത്. നോർമലി ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുന്ന ഡയോഡ് ഡാമേജ്ഡ് ആവും, പക്ഷേ Zener ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുന്ന ഡയോഡ് ഡാമേജ്ഡ് ആകില്ല. Zener ബ്രേക്ക് ഡൗണിന്റെ മറ്റൊരു പ്രത്യേകത ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. Heavily doped PN junction diode. It works on the Zener breakdown region. രണ്ട് ബ്രേക്ക് ഡൗൺ ഞാൻ പറഞ്ഞു നേരത്തെ. അവലാൻഷെ ബ്രേക്ക് ഡൗൺ പറഞ്ഞു. അവലാൻഷെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ ഡയോഡ് ഡാമേജ്ഡ് ആവും. Zener ബ്രേക്ക് ഡൗൺ ഡയോഡിന് ഡാമേജ്ഡ് ആകില്ല. Zener ബ്രേക്ക് ഡൗണിലാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് Zener ഡയോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേക വർക്കിംഗ് ഇതാണ്. ബേസിക് ഇക്വേഷൻ ഇതാണ്. ഈ ഭാഗത്ത് വെച്ചാണ് Zener ഡയോഡ് വർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നോക്കിയേ, ഏതൊരു കറന്റ് കൂടിയാലും വോൾട്ടേജ് റിമൈൻസ് കോൺസ്റ്റന്റ്. സോ ദിസ് ഈസ് ദ Zener breakdown region. In that region current is always varies. When current varies, voltage is always constant. So this called what? Zener breakdown. Clear? Okay, so we studied the different for special purpose PN junction diode, LED, photodiode, solar cell and Zener.